നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു 1 പോട്ട് മീൽ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 പോട്ട് മീൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം. അപ്പം മല്ലി ഒരു 2 കിലോയുടെ ചിക്കനാണ്. അപ്പോൾ 2 വലിയ ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്തു. 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം, കുരുമുളക്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനകത്ത് കുരുമുളകിൻ്റെ കരടുകളൊന്നും എടുത്തിടട്ടെ. ചിലപ്പോൾ അത് മേടിക്കുമ്പോൾ ഇങ്ങനെ തണ്ടുകൾ അതിൻ്റെ കൂടെ കാണും കേട്ടോ. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ ചേർത്തുകൊണ്ട് മുഴുവൻ മല്ലി, പെരിഞ്ചീരകം, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണം അത്രയും ടൈം എടുക്കില്ല. പയ്യെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഇതിനകത്ത് നല്ല ജീരകം കൂടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ടേബിൾ സ്പൂൺ അളവാണ് ഇപ്പോൾ എല്ലാം ചേർത്തു. അപ്പോൾ എല്ലാം ഒന്ന് റോസ്റ്റായി കിട്ടണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്നേരമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആ പാനിൽ നിന്ന് മാറ്റണം. നമ്മൾ ഹീറ്റ് ചെയ്ത അടുപ്പിൽ നിന്ന് മാറ്റണം കേട്ടോ. പയ്യെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 2 കിലോ ചിക്കനുള്ള അളവിലുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് ഏകദേശം മതിയാവും. ഇനി ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ നല്ല മുളക് പൊടി, എരിയുള്ള മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്തു 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് അതിനകത്ത് ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒലിവ് ഓയിൽ ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. വെള്ളമൊന്നുമില്ലാതെ ഇതിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. 2 കിലോയുടെ ചിക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കുടം വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 5-8 10 കുഞ്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അത് നമ്മൾ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വേണം ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണമെന്നില്ല, ഒന്ന് തരിതരിയായി കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അരക്കുടം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തു. ഇനിയിപ്പം വേണമെങ്കിൽ അല്പം അവിടെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്ത് അരച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ചിക്കനെ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എരിവ് വേണമെങ്കിൽ നമുക്ക് കുരുമുളകൊക്കെ ചേർത്ത് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് നേരത്തെ മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ മിനിമം വെക്കണം. ഞാൻ അല്പം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചിക്കനെ കഴുകി വൃത്തിയാക്കി തൊലി കളയാതെ നമ്മൾ മീനൊക്കെ വരയുന്നവരൊന്ന് വരഞ്ഞിട്ടെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ മസാല അതിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ നമുക്കൊരു 1-2 മണിക്കൂർ അങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതാണ്. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ റൈസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇത് റെഡി നോക്കൂ. പാൽപ്പൊടി ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഇതിപ്പോൾ 3 വലിയ ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ചിക്കനിൽ തേച്ച് പിടിച്ച് വെക്കണം. അപ്പോൾ ചിക്കൻ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കുക, അത് നല്ല ജ്യൂസി ആയിരിക്കുന്നിട്ട് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്ത മീറ്റ് കഴിക്കില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റേ അല്ല. അതോർത്ത് റെഡിയാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. 3 വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയിട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയുടെ പകുതി ഇരിപ്പുണ്ട്. ഇനി ചിക്കൻ ക്യൂബ്സ് 2 ക്യൂബ്സ് എടുക്കും. ഇത്ര സാധനങ്ങൾ വേണം. നോക്കൂ, ചിക്കൻ ഇങ്ങനെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലി ഓടുകൂടിയുള്ള ചിക്കനാണ് കേട്ടോ. അതിനെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞെടുത്തിട്ട് അതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലായിടത്തായിട്ടും അതുള്ളൂ. അപ്പോൾ ചിക്കന് അസാധ്യ രുചിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം മീറ്റ് എൻ്റെ ആ സ്റ്റോക്കൊക്കെ അങ്ങോട്ട് ചാടിയാണ് നമ്മുടെ റൈസ് കുക്കായി കിട്ടുന്നത്. അപ്പോൾ റൈസിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ.
ഞാനിത് പ്രോപ്പർ രീതിയിലുള്ള മന്തിയാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കൊരു വ്യത്യസ്തത വേണമെന്ന് തോന്നുന്നു. ബിരിയാണിനേക്കാളും വേണമെങ്കിൽ ഇച്ചിരി ഹെൽപ്പ് ചെയ്യുമെന്നും പറയാം. കാരണം നമ്മൾ ബട്ടറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, ഗീ ഒന്നും ചേർക്കുന്നില്ല, ഒരുപാട് ഫ്രൈയിങ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. നമ്മുടെ മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തേക്കും കൈ കൊണ്ട് തേച്ച് കൊടുക്കാം. ഇപ്പോൾ തലേദിവസമൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, അത്രയും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈസിയാണ്. ജസ്റ്റ് റൈസ് ചേർത്തിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 പോട്ട് മീൽ ആയതുകൊണ്ട് ചിക്കൻ എടുത്ത് വെച്ചാൽ മതി. അപ്പം നേരത്തെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും വീക്കെൻഡിലൊക്കെ. അപ്പം നിങ്ങൾ അടുത്ത ആഴ്ച പേത്രത്താണ് വരുന്നത്. അപ്പം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് റെഡിയാക്കി നോക്കാം, അല്ലെങ്കിൽ ഈസ്റ്ററിന് റെഡിയാക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നിട്ടത് കേട്ടോ. അപ്പം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറന്നുപോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇനി മറ്റേ ഭാഗത്തും കൂടെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. ഈ മസാല ഞാൻ തേച്ച് പിടിപ്പിച്ച് അങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ സ്ഥിരം ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷാണ്. കുറേ നാൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കണം ഡെഫിനറ്റായിട്ടും. അപ്പോൾ നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഞാൻ ഓനിയൻസ് എല്ലാം സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ച് ഒലിവ് ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു 10 കറുവപ്പട്ട ചേർത്ത് കൊടുത്തു. ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുത്തത്. ഗ്രാമ്പു, 10 ഏലക്ക, ഒരു സ്റ്റാർ ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഇനി കറുത്ത നാരങ്ങ ഉണ്ടല്ലോ, ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ ചേർക്കേണ്ട കയ്യിലില്ലായിരുന്നു, അത് ചേർക്കേണ്ടതാണ്. പിന്നെ ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണ് ഞാൻ. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ ഓനിയൻ ഇത്രയും ചേർത്ത് ഒന്ന് പയ്യെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള 3 ചേർത്ത് കൊടുത്തു കേട്ടോ. സവാള ഒന്ന് പയ്യെ ഒന്ന് വാടി വരണം, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ വൈസ് നമ്മൾ ബിരിയാണിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് മാറ്റുക. ഇതൊരു പരിപാടിയില്ല, ഈ പോട്ടിൽ തന്നെയാണ് എല്ലാം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അത് ഈസിയാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് റൈസിനുള്ള ഉപ്പ് നമ്മൾ ചിക്കന് ചേർത്തതാണല്ലോ. അപ്പോൾ ഒനിയനൊന്ന് വാടി വരട്ടെ കേട്ടോ, അല്പ സമയം കൊടുക്കാം. ഇപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിരിക്കും. ഞാനിവിടെ റൈസെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 3.5 ഗ്ലാസ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-1.5 ചേർക്കുന്നത് കേട്ടോ. പയ്യെ ഒനിയൻ വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പെപ്പർ ചേർത്ത് ഒന്ന് ഇളക്കാം. അതിൽക്കൂടെ ഒന്ന് വാടി വരണം, ലൈറ്റ് ഗോൾഡൻ കളറായി വരണം. അപ്പോൾ അരി വെള്ളത്തിൽ ഒരു 1/2 അവറെങ്കിലും ഇട്ട് വെക്കാം കേട്ടോ. അപ്പോഴാണ് ഒരുപാട് സമയം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ പയ്യെ വാടി വന്നപ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ക്യൂബ്സ് 2 ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചേർന്ന് ചേർക്കാം. കൈ എന്നോട് വാടിയിട്ടുണ്ട് ഇപ്പം. ഞാൻ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്ത് വെച്ചിരുന്നായിരുന്നു, അളന്നെടുത്ത് വെച്ചിരുന്നു. അതിനകത്തേക്ക് ഒരു 1/2 ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുത്തു. അപ്പോൾ എത്ര ഗ്ലാസ് എടുക്കണേ 1:1 വെച്ചാണ് ഞാൻ ചെറുക്കി കൊടുത്തത്.
നമ്മൾ റൈസ് ഒത്തിരി 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ 1:1 ചേർത്താലും മതി. ഇപ്പോൾ കുതിർന്നിരിക്കുന്ന റൈസാണെങ്കിൽ എൻ്റെ അതിനകത്ത് ഞാൻ ജസ്റ്റ് കഴുകിയെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം അധികമായി പോകും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം ജസ്റ്റ് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കനിനും സ്റ്റോക്ക് ഇറങ്ങും. അപ്പം 1:1 ഞാൻ പറഞ്ഞാലും വെള്ളം കുതിർത്ത് വെച്ചിരുന്നതാണെങ്കിൽ അതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല. അടിയിൽ ഇച്ചിരി ഉണ്ട്, അത് ഞാൻ മാറ്റിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ 1:1 റേഷ്യോയിൽ തന്നെ ഇട്ടാൽ മതി. 1:1 റേഷ്യോ ഇട്ടാൽ നമ്മുടെ ചിക്കനിലുള്ള സ്റ്റോക്കും കൂടെ ഇതിനകത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്, കുതിർത്ത് വെച്ചിരുന്ന റൈസാണെങ്കിൽ. കുതിർത്താതെ ഇതുപോലെ ഇടുവാണെങ്കിൽ 1.5 ഇടാം. അത് കൃത്യം മെഷർമെൻ്റ് ആയിരിക്കണം, വെള്ളം അധികമായി പോകരുത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള ഗാർലിക്കും നമ്മുടെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ ഇത്ര ഒരുപാട് കഴിയുമ്പോൾ അധികം ആയിട്ടില്ല അത്. അപ്പോൾ ഇനി നമ്മളിത് മൂടിയല്ല, നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അത് കവർ ചെയ്തിട്ട്, അപ്പോൾ ഇതെൻ്റെ അല്പം വലിപ്പമുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ 2-3 ലെയർ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ അതിൻ്റെ മുകളിലിരിക്കില്ല. നന്നായിട്ട് നമ്മുടെ ഹാൻഡിലേക്കൊന്ന് റാപ്പ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഒരു ലെയറിൽ ചിലപ്പോൾ ചിക്കൻ ഒന്ന് താന്നു പോകും. അപ്പോൾ 2-3 ലെയർ അലുമിനിയം ഫോയിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് അതിനകത്ത് ചെറിയ ഹോളുകളിൽ കൊടുക്കണം. കീഴ് പോകരുത്. നമ്മൾ കേക്കൊക്കെ നോക്കുന്നുണ്ടല്ലോ, അത് കുത്തൊക്കെ കുത്തുന്നതിന് ചിക്കനിൻ്റെ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് താഴേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 ലെയർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മുടെ റൈസിലേക്ക് കുക്കായിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങും. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് റെഡി ചെയ്തിരിക്കുന്ന ചിക്കന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്യുക. ഇനി വീണ്ടും കവർ ചെയ്യണം. ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. 15 മിനിറ്റ് കഴിയുമ്പം ഒന്ന് പുറത്തെടുത്തിട്ട് അതിൻ്റെ ടോപ്പ് ലെയർ മാറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ചിക്കനൊന്ന് നല്ല കളറ് കിട്ടും. അപ്പം ഫ്രൈ ആയി വരും. അപ്പോൾ ഒരു 50 സെക്കൻഡ് അല്ല കേട്ടോ, 1 മണിക്കൂറിന് ഒരു 10 മിനിറ്റ് മുമ്പ് എടുത്ത് മാറ്റി നോക്കൂ. അപ്പം ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി മുകളിലൊന്ന് ക്രിസ്പി ആയി കിട്ടണം. അപ്പോൾ ഔട്ടർ ലെയർ മാറ്റിയിട്ട് വീണ്ടും വെക്കണം. അഥവാ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ 2-3 തുളയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു സൈഡിൽ കുക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കും, നല്ല കളർ വന്നിട്ടില്ലേ, ചിക്കൻ ഫ്രൈ ആയി. ഇനി എടുത്തിട്ട് തിരിച്ച് വെക്കണം. ചിക്കനെ തിരിച്ച് മറ്റേ സൈഡും കൂടെ മുറിച്ചെടുക്കണം. അപ്പോൾ തിരിച്ച് വെച്ച ശേഷം വീണ്ടും 20 മിനിറ്റ് കൊടുക്കണം കേട്ടോ. തിരിച്ച് വെക്കുകയാണ് ചിക്കനെ. അപ്പോൾ ഞാൻ കാണാം, ചിലപ്പം ചിക്കൻ്റെ ഗ്രേവി കാരണം ആ ഹോൾ അടഞ്ഞു പോകണമെങ്കിൽ 2-3 തുള ഇട്ട് കൊടുത്താൽ മതി. ഈ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ടോട്ടൽ 50 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുത്ത് ഔട്ടർ ലെയർ മാറ്റി 20 മിനിറ്റ് ഒരു സൈഡ്, മറ്റേ സൈഡ് 20 മിനിറ്റ്, ഒരു 1.5 മണിക്കൂറോളം 1.25 മണിക്കൂറോളം ആയി. ഇപ്പോൾ ടോട്ടൽ നോക്കും, നന്നായിട്ട് മരിഞ്ഞു വന്നിട്ട് നല്ല സൂപ്പർ മണം വരുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇന്ന് പെട്ടെന്ന് പോയി തയ്യാറാക്കി നോക്കുകയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. ഞാൻ ചിക്കനൊക്കെ കട്ട് ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സെർവ് ചെയ്യാൻ കേട്ടോ. പയ്യൊന്ന് ചൂടാറ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് എന്തായെന്ന് നോക്കിയാലോ. റൈസിൽ നമ്മൾ ഇതുവരെ തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിക്കനെ മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം അലുമിനിയം ഫോയിൽ പേപ്പർ മാറ്റി നോക്കാം. ഒരു രക്ഷയില്ലാത്ത മണമാണ് തുടങ്ങുന്നത്. ഓക്കെ, കൃത്യമായിട്ട് വെള്ളമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് കുക്കായി കിട്ടുന്ന വെച്ച് നമ്മൾ ദം ചെയ്യുന്നതിനേക്കാളും സോഫ്റ്റായി കിട്ടും കേട്ടോ റൈസ്. സൂപ്പറായിരുന്നു. ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ഞാനിതും ഇനിയും ഉണ്ടാക്കും. കാരണം എനിക്ക് എന്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കണം എന്ന് തോന്നുന്ന റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇച്ചിരി ഒനിയനും കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് തൈര് ആക്കിയിട്ടുണ്ട്.
അല്പം അച്ചാറും പപ്പടവും കൂടായ അത്യാവശ്യമായി. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ് GNV Vlogs. ബൈ.